Hello everyone. So this PowerPoint presentation is mainly dealing with the Module 7 of Ecology and Conservation Biology. And this is once again a very important presentation that is solely prepared for your ease in examination. So we can directly move on to the topic. So first question that is very important is the difference between ex situ and in situ conservation. So in situ conservation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is protecting the species by making them live in their natural environment. അതായത് അവരുടെ natural ecological habitat അല്ലെങ്കിൽ ecological niche അല്ലെങ്കിൽ ecosystemത്തിൽ അവരുടെ natural ecosystemത്തിൽ അവരെ വളർത്താൻ സഹായിക്കുന്ന ഒരു കൺസർവേഷൻ, അതായത് അവരവിടെ വളർന്നോട്ടെ, നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാം എന്നൊരു ചിന്താഗതിയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഒരു കൺസർവേഷൻ ആണ് ഈ പറഞ്ഞ ഇൻസിറ്റു കൺസർവേഷൻ. ഇറ്റ് ഈസ് ഇൻവോൾവിംഗ് പ്രൊട്ടക്ടിങ് സ്പീഷീസ് ആൻഡ് their ecosystem. Obviously സ്പീഷീസ് ഒറ്റയ്ക്ക് ആയിരിക്കില്ല, always species live in their ecosystem, so it is the protection of species along with their ecosystem within their natural habitats. Okay, അതാണ് in situ conservation. In situ conservation വഴി നമ്മൾ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരുപാട് കോമ്പണൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന കോമ്പണൻസ് ആണ് എക്സാമ്പിൾ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്. അതായത് ഇപ്പോൾ നമ്മൾ നാഷണൽ പാർക്സ് എന്ന് കേൾക്കുമ്പോഴും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് കേൾക്കുമ്പോഴും ബയോസ്ഫിയർ റിസർവ്സ് എന്ന് കേൾക്കുമ്പോഴും it is something that a biologist, നിങ്ങൾ ബയോളജി പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് you have to understand that these three things are coming under the in situ conservation. So what is in situ conservation? It is protecting the species as well as their ecosystem within their natural habitat. Okay. അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് പ്രിസർവ്സ് ദ നാച്ചുറൽ എക്കോസിസ്റ്റം ആൻഡ് എക്കോളജിക്കൽ പ്രോസസ്. അതായത് നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അവർ ലിവ് ചെയ്യുന്നത് അവരുടെ നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്. സോ വി ആർ ആക്ച്വലി ഇൻ ടേൺ വി ആർ പ്രൊട്ടക്ടിങ് ദം ആസ് വെൽ ആസ് ദ എക്കോസിസ്റ്റം. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവരെ ജീവിക്കാൻ വിടുകയാണെങ്കിൽ, ഒരു ഫോറസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫ് ഫോറസ്റ്റിലാണെങ്കിൽ this will enhance the genetic diversity between the species. Okay, ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ വളർത്തുന്നതിനേക്കാളും എന്തുകൊണ്ടും ജനറ്റിക് ലെവൽ സ്പീഷീസ് കൂടുക അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള വൈൽഡ് ഹാബിറ്റാറ്റിൽ അവരെ വളർത്തുമ്പോഴാണ്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ നാച്ചുറൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി. പിന്നെ ഇറ്റ് ഈസ് മോസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ് ബിക്കോസ് നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ, ഒരു പാർക്ക് കൺസ്ട്രക്ട് ചെയ്യാനോ അത്രയ്ക്കും ഒരു ആവശ്യം വരുന്നില്ല. പാർക്ക് മീൻസ് ലൈക്ക് ഒരുപാട് ആർക്കിടെക്ചറൽ എലിമെന്റ്സ് ഇവിടെ വരുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇറ്റ് ക്യാൻ ബി ചാലഞ്ചിങ് ടു ഇംപ്ലിമെന്റ് ഡ്യൂ ടു ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹ്യൂമൻ ഇന്റർഫിയറൻസ്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന ഫ്ലഡ് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ ഹെവി റെയിൻഫോൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പർപ്പസ് നടക്കില്ല. മാത്രമല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഹ്യൂമൻ ഇമ്പാക്ട് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് it cannot be suitable for species that are critically endangered or have very small populations. അതായത് നമ്മൾ IUCN കാറ്റഗറി പഠിച്ചപ്പോൾ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ നമുക്ക് ഒരിക്കലും നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വളർത്താനായിട്ട് പറ്റില്ല. So we have to protect them by taking from their natural habitat and providing whatever needs are there for their protection. ആ ഒരു ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ ത്രെറ്റൻഡ് കാറ്റഗറിയിൽ നിന്നും അവരെ ഒരു ലീസ്റ്റ് കൺസേൺ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ മാത്രമുള്ള ഒരു മെഷേഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഓർഗാനിസത്തിനെ വി ഹാവ് ടു ടേക്ക് ഫ്രം ദെയർ നാച്ചുറൽ ഹാബിറ്ററ്റ്. അപ്പോൾ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ഇൻ സിറ്റു കൺസർവേഷൻ വഴി പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി അല്ല ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് എക്സ് സിറ്റു കൺസർവേഷൻ? എക്സ് സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഗോസ് ലൈക്ക് ദിസ്. ഇറ്റ് ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് സ്പീഷീസ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. So it is the exact opposite of that of in situ conservation. We are actually protecting the species outside their natural habitat. എങ്ങനെ? Often in controlled environment. Okay. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് സൂ, ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് സീഡ് ബാങ്ക്സ്. അതായത് ഡെഫിനറ്റ്ലി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ. ഓക്കെ, അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ ഇൻ സിറ്റു കൺസർവേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും ex situ conservation advantage. For example, it provides a controlled environment for breeding and research. അതായത്
നമുക്ക് നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിലാണ് ഓർഗാനിസത്തിനെ നമ്മൾ കൺസേർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പല പാരാമീറ്റേഴ്സും നമുക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. അവരുടെ ബ്രീഡിങ്ങിനെ ഒരു പക്ഷേ ആ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ കൂടുതലോ കുറവോ ആണെങ്കിൽ വി ക്യാൻ കറക്റ്റ് ഇറ്റ് അക്കോർഡിംഗ്ലി. നമ്മൾ കൊടുക്കുന്ന ഫീഡ് അവർ കഴിക്കുന്നില്ലെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ ഫീഡ് അക്കോർഡിംഗ്ലി. അതായത് നമ്മുടെ കയ്യിലാണ് എല്ലാ കൺട്രോൾ പാരാമീറ്റേഴ്സും ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ് ടു റെസ്ക്യൂ സ്പീഷീസ് ഫ്രം എക്സ്റ്റിങ്ഷൻ ടു റിക്കവർ ദെയർ പോപ്പുലേഷൻ. അതായത് ഇപ്പോൾ നാമാവശേഷമാകാൻ പോകുന്ന സ്പീഷീസിനെ നമുക്ക് റിക്കവർ ചെയ്തിട്ട് ഈ ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ വളർത്തുകയാണെങ്കിൽ there is high chances that their population will get recovered into the normalcy. അതുമാതിരി തന്നെ ഹൈലി വൾണറബിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കൂടി വളർത്താൻ പറ്റുന്ന ഒരു കൺസർവേഷൻ സ്ട്രാറ്റജിയാണ് എക്സിറ്റു കൺസർവേഷൻ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഡിസ്ട്രപ്റ്റ് ദ നാച്ചുറൽ എക്കോസിസ്റ്റം. അതായത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ഓർഗാനിസം വളരുന്നത് പോലെ ഒരിക്കലും ആവില്ല ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ വളരാ. പിന്നെ നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞു, അതായത് നമ്മുടെ ഇൻസിറ്റു കൺസർവേഷനിൽ പറഞ്ഞു, ഒരു ഓർഗാനിസം നമ്മൾ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വളർത്തുമ്പോഴാണ് അവരുടെ ഇടയിലുള്ള ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻഡ് ആവുന്നതും കുറച്ച് രീതിയിൽ ഇൻക്രീസ് ആവുന്നതും. പക്ഷെ നമ്മൾ കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റ് സ്പീഷീസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ മറ്റ് മെമ്പേഴ്സ് ആയിട്ട് ബ്രീഡിങ്ങിനുള്ള ചാൻസസ് വളരെ കുറവായതുകൊണ്ട് ദർ വിൽ ബി എ മേജർ ലോസ് ഇൻ ജനറ്റിക് ഡൈവേഴ്സിറ്റി. പിന്നെ ഇതിന് നമ്മൾ ഒരുപാട് ആർക്കിടെക്ചറൽ കോമ്പണൻസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എക്സ്പെൻസീവ് ആൻഡ് റിസോഴ്സ് ഇന്റൻസീവ്. ഓക്കെ, ഇനി എന്താണ് ബയോഡൈവേഴ്സിറ്റി? നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം, ഒരു 50-60 പ്രാവശ്യമെങ്കിലും സ്പാൻ ചെയ്യുന്ന ഒരു ടേം ആണ് വാട്ട് ഇസ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, സോ ബയോഡൈവേഴ്സിറ്റി ഇസ് ഓൾ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലൈഫ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, സോ എല്ലാ ഒരു ഏരിയ എടുക്കുക, അവിടെയുള്ള എന്താ പറയുക ജീവികളുടെ, അത് പ്ലാന്റ്സ് ആകാം അനിമൽസ് ആകാം, അതിന്റെ വൈവിധ്യം, അതിന്റെ ഒരു ഡിഫറെന്റ് കോമ്പണൻസ്, അതിന്റെ ഒരു ഡൈവേഴ്സിറ്റിയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. It includes the variety of animals, plants, fungi, even the microbes like bacteria that make up our natural world. Each of these species and organisms work together in ecosystem like an intricate web to maintain balance and support life. അതായത് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമായിട്ടുള്ള ഓരോ ഓർഗാനിസവും അതിൻ്റെതായിട്ടുള്ള റോള് നമ്മുടെ എൻവിറോൺമെന്റിൽ ചെലുത്തുന്നുണ്ട്. ആ ഒരു അവരുടേതായിട്ടുള്ള റോൾ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള രീതിയിൽ കടന്നു പോകുന്നത് കൊണ്ടാണ് ലൈഫ് തന്നെ ബാലൻസും സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നത്. ഇനി വാട്ട് ഈസ് ദിസ് ബയോസ്ഫിയർ റിസർവ്സ്? ഓക്കെ, ഇപ്പൊ യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. സോ ബയോസ്ഫിയർ റിസർവ്സ് ആർ, ഇപ്പൊ നമ്മൾ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഇൻസിറ്റു ആണോ എക്സിറ്റു ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ explain ചെയ്തത്. Biosphere reserves are designated by UNESCO's Man and Biosphere Program. അതായത് ഹ്യൂമൻ പ്ലസ് ബയോസ്ഫിയർ MAB പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബയോസ്ഫിയർ റിസർവ്സ്. അതായത് മാനിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ബയോസ്ഫിയറിനെ എൻഹാൻസ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, നമ്മളുടെ പഠനങ്ങൾ വഴി ആ ഒരു ബയോസ്ഫിയറിനെ നമുക്ക് കുറച്ചും കൂടി എൻറിച്ച് ആക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പബ്ലിക്കിന് ഈ ബയോസ്ഫിയറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് ബയോസ്ഫിയർ റിസർവ്സിലെ മെയിൻ എയിംസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ പർപ്പസ്? ദീസ് ബയോസ്ഫിയർ റിസർവ്സ് എയിം ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലേ? സോ വി ഹാവ് ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി ബൈ പ്രൊട്ടക്ടിങ് ദ natural ecosystem as well as the species living in them. Okay, we have to promote sustainable development. അതായത് we can encourage the sustainable use of natural resources. അതായത് ഇവിടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ ഒരു സ്പീഷീസ് ലിവ് ചെയ്യുന്ന ആ ഒരു എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്നും വേണമെങ്കിൽ യാതൊരു ഹാം ഇല്ലാത്ത രീതിയിൽ we can utilize some of these resources for the welfare of mankind. Only some of these resources എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിന് ഒരു ക്ലിയർ കട്ട് ലിമിറ്റ് ഈ പറഞ്ഞ യുനെസ്കോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then the other aim of this biosphere reserve is to support the scientific research. So we have to facilitate the research and monitoring of ecosystems. അതായത് ബയോസ്ഫിയർ റിസർവ്സിൽ ഒരു കംപ്ലീറ്റ് മോണിറ്ററിങ്, ഇപ്പൊ ഇതാണ് ബയോസ്ഫിയർ റിസർവ് എങ്കിൽ അതിന്റെ ഒരു 360 ഡിഗ്രി മോണിറ്ററിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അവിടെ
യാതൊരുവിധ ഡെട്രിമെന്റൽ അതായത് ഡീറ്റ്യൂറേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഈ സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റീനെ ഹനിക്കുന്ന രീതിയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഒരു കംപ്ലീറ്റ് മോണിറ്ററിങ്, പിന്നെ സയന്റിഫിക് റിസർച്ച്, അതായത് ഈ ഉള്ളൊരു ബയോഡൈവേഴ്സിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ പാകത്തിന് സയൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സ്റ്റഡീസ്, ഇതെല്ലാം ഈ പറഞ്ഞ ബയോസ്ഫിയർ റിസർച്ചിന്റെ എയിമാണ്. The last aim is to educate and train the public, promote education and training in environmental management system. അതായത് ബയോസ്ഫിയർ റിസർച്ച് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നത് ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബയോളജിസ്റ്റിന്റെ മാത്രം അറിവിലേക്ക് ഉള്ള ഒരു കാര്യം ആകരുത്. ഡെഫിനറ്റ്ലി വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. നൗ ഈ ബയോസ്ഫിയർ റിസർച്ചിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ദ ബയോസ്ഫിയർ റിസർവ്സ് ഓഫൻ ഹാവ് എ കോർ ഏരിയ, a buffer zone, and there is a transition area. Okay, അപ്പോൾ കോർ ഏരിയയിൽ എന്താണ്, ഇറ്റ് ഈസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർഗാനിസത്തിനെ നമ്മൾ കൺസേർവ് ചെയ്യുന്നത്. അതായത് നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ആ ഒരു ഹാബിറ്റാറ്റ് ആണ് ഈ പറഞ്ഞ കോർ ഏരിയ. അതിന് ചുറ്റുമുള്ളതാണ് ബഫർ ഏരിയ. അവിടെ ചെറിയ രീതിയിലുള്ള ടൂറിസം അലൗഡ് ആണ്, ഹ്യൂമൻ സെറ്റിൽമെന്റ് അലൗഡ് ആണ്, റിസർച്ച് അലൗഡ് ആണ്, എഡ്യൂക്കേഷനും അലൗഡ് ആണ്. ഓക്കെ, ട്രാൻസിഷൻ ഏരിയയിൽ എന്തൊക്കെ അലൗഡ് ആണ്, ഇതൊക്കെ അലൗഡ് ആണ്. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില ബയോസ്ഫിയർ റിസർവ്സിൽ നമുക്ക് ട്രാൻസിഷൻ ഏരിയ വരെയാണ് നമുക്ക് എൻട്രി കിട്ടുള്ളൂ. ഓക്കെ, ബഫർ ഏരിയയിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ നമ്മളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ നമ്മൾ ഒരു അറിയപ്പെടുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു റിസർച്ച് അസിസ്റ്റന്റോ സയന്റിസ്റ്റോ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ ഒത്തിരി ലെറ്റേഴ്സ് നമ്മൾ സൈൻ ചെയ്ത് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ബിക്കോസ് അവർക്ക് അറിയില്ല, ദ ഒഫീഷ്യൽസ് ഡോണ്ട് നോ, അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല നമ്മൾ എന്തിനാണ് ബഫർ സോണിലേക്ക് പോണേന്ന്. സോ ദേ ഹാവ് ടു ഗെറ്റ് എ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫോർ വാട്ട് വി ആർ പ്രൊവൈഡ്. നമ്മളുടെ ഡീറ്റെയിൽസിൽ അവർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബഫർ സോണിലേക്ക് എത്താൻ പറ്റുള്ളൂ. കോർ സോണിലേക്ക് എത്താൻ പറ്റുന്നത് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ, ആൻഡ് ദാറ്റ് ഈസ് ഹൈലി റെസ്ട്രിക്റ്റഡ് ടു ഓൺലി സർട്ടൻ പേഴ്സണൽ information. Okay, so നമ്മൾ ബയോസ്ഫിയർ റിസർവ്സ് എന്താന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഹാവ് ടു ലേൺ സം എക്സാമ്പിൾസ് ഓഫ് ബയോസ്ഫിയർ റിസർവ്സ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 18 ബയോസ്ഫിയർ റിസർവ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ആണ് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ്. ഓക്കെ, ഇതിപ്പോൾ സദേൺ ഇന്ത്യയിലുള്ളതാണ് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. പിന്നെ ഉള്ളതാണ് ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ്. അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ഇസ് മെയിൻറ്റെയിനിങ് ദ ബയോസ്ഫിയർ പ്രൊട്ടക്ഷൻ ഓഫ് മെറൈൻ ബയോഡൈവേഴ്സിറ്റി. അതായത് കോറൽ റീഫ്, സീഗ്രാസ് ബെഡ്സ്, മാംഗ്രോവ്സ്. മാംഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വെള്ളത്തിലെ റൂട്ട്സ് സംഭവിച്ചിട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റ്, സീഗ്രാസ് ബെഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഗൽ മാസിനെ റിസംബിൾ ചെയ്യുന്ന ഒരു ഫൈറ്റോപ്ലാങ്ക്ടൺ മാതിരി. അപ്പൊ ഇതൊക്കെ ഇത്രയും സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് ഗൾഫ് ഓഫ് മാന്നാർ. പിന്നെ പച്ച് മർഹി ബയോസ്ഫിയർ റിസർവ് which was established in 1999 with 3 wildlife conservation units. So it's okay that you have to study at least the name of these 3 biosphere reserves. Okay, ഇനി എന്താണ് നാഷണൽ പാർക്സ്? വീണ്ടും നാഷണൽ പാർക്സ് is part of in situ conservation അല്ലേ? The national parks are protected areas managed for the conservation of wildlife and natural ecosystem, offering opportunities for recreation, research and tourism. They are vital for preserving biodiversity and maintaining ecological balance. Okay, അപ്പോൾ നമ്മൾ നേരത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പോണന്റ് മിസ്സിംഗ് ആയിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു കോമ്പോണന്റിന് കൂടി നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻസിറ്റു കൺസർവേഷൻ ആണ് നാഷണൽ പാർക്സ്. ഓക്കെ, സോ the purpose of national park is to safeguard ecosystem. Obviously in situ conservation strategies inde ella റോളും എക്കോസിസ്റ്റത്തിനെ സേഫ്ഗാർഡ് ചെയ്യുക തന്നെയാണ്. So national parks is obviously aiming to safeguard the ecosystem including the flora, the fauna, the ecological habitat, that is the landscapes. ആരിൽ നിന്നും they are protecting them from the human impact as well as the human destruction caused by the humans. Now, what is the benefits of this national parks establishments? First is obviously the conservation. They provide a safe,
Haven എന്ന് പറഞ്ഞ place for wildlife and endangered species, allowing them to breed and survive. Next is recreation. The national park offer opportunities for outdoor activities like hiking, camping and wildlife viewing. അപ്പോൾ റിക്രിയേഷന് നമ്മളൊരു സാധ്യത കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ എക്കണോമി ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ആകും. ഓക്കെ. റിസർച്ച്. They serve as valuable sites for scientific research and ecological studies. Tourism. National parks attract the tourists, contributing to local economies and promoting environmental awareness. So, ബയോസ്ഫിയർ റിസർവ്സും നാഷണൽ പാർക്സും ഒരേ സ്ട്രാറ്റജിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നാഷണൽ പാർക്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് പ്രത്യേക മേഖലയാണ് റെക്രിയേഷൻ ആൻഡ് ടൂറിസം. ഓക്കെ. നമ്മൾ ബയോസ്ഫിയറിന്റെ 2-3 എക്സാമ്പിൾ പഠിച്ച മാതിരി തന്നെ ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ പാർക്കിന്റെ കുറച്ച് എക്സാമ്പിൾസ്. ഫസ്റ്റ് ഇസ് ദ കസിരംഗ നാഷണൽ പാർക്ക് ഇൻ ആസാം. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് വൺ ഹോൺ റൈനോസറസ്. നമുക്കറിയണം IUCN കാറ്റഗറിയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ് റൈനോസറസ്, വൺ ഹോൺ, ടൈഗേഴ്സ് ആൻഡ് എലിഫന്റ്സ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉണ്ട് ഉത്തരാഖണ്ഡിൽ. ഇറ്റ് ഇസ് എ സീനിക് പാർക്ക് ഇൻ ദ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയാസ്, മെയിൻലി നോൺ ഫോർ ഇറ്റ്സ് ടൈഗർ പോപ്പുലേഷൻ. Periyar National Park in Kerala. It is home to diverse wildlife including elephants, tigers and various bird species. Next is the Silent Valley National Park, a protected area in the Western Ghats known for its rich biodiversity. ഇപ്പോൾ സൈലന്റ് വാലി നമുക്കറിയാം പാലക്കാടാണ്. അപ്പം നമുക്ക് സൈലന്റ് വാലിയുടെ ആ ഒരു എന്താ പറയുക കോർ സോണിലേക്ക് ഒരിക്കലും ആക്സസ് കിട്ടില്ല അൺലെസ് നമ്മുടെ സ്റ്റഡി അത്രയും ജെന്യുവിൻ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. സോ ഓൾ ദീസ് ഏരിയാസ് ഹാസ് ബീൻ ടേക്കൺ ഗ്രേറ്റ് കെയർ. ഒരു നല്ലൊരു വിജിലൻസോട് കൂടി ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു നാഷണൽ പാർക്സ് എന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന ഇൻസിറ്റു കോൺസർവേഷൻ സ്പോട്ട്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, what are wildlife sanctuaries? Wildlife sanctuaries are protected areas that safeguard animal habitats and their surrounding, prohibiting activities like hunting and poaching, and aim to provide a safe and comfortable environment for animals to live in their natural habitat. Obviously, ചില കാര്യങ്ങൾ ചില ഏരിയാസ് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസിറ്റു കൺസർവേഷൻ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്താൽ പോലും there will be some population which is prone to poaching. Okay, കാരണം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ള ഓർഗാനിസം വിൽ ബി ഹാവിങ് സം പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക്സ്. അവരുടെ സ്കിൻ ആകാം, അവരിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിൽ ആകാം, അവരുടെ ഹോൺസ് ആകാം, എന്താണെങ്കിലും ഇറ്റ് വിൽ ബി ഓഫ് ഹൈ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോച്ചിങ്, ഹ്യൂമൻ ഇന്റർവെൻഷൻ ആൻഡ് പോച്ചിങ് വിൽ ബി വെരി മച്ച് ഹൈ. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവിന്റെയും നാഷണൽ പാർക്സിന്റെയും അതേ ഉദ്ദേശം തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് ഗിവിംഗ് എക്സ്ട്രാ വിജിലന്റ് കെയർ ടു പ്രൊട്ടക്ട് ദ wildlife species from human interventions like poaching, okay, and hunting. So they are protected areas. The wildlife sanctuaries are designated areas where animal habitats and their surroundings are highly protected from human interference. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ കൺസർവേഷന് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരെ ഹ്യൂമൻ ഇന്റർവെൻഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹണ്ടിങ്, capturing and killing animals are strictly prohibited. 12 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പാണ് ഇത്. പേർപ്പസ് എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത് the primary goal of wildlife sanctuaries is to ensure the well-being and conservation of wildlife by providing a safe and undisturbed environment. The natural habitat sanctuaries aim to preserve the natural habitats of animals, allowing them to live and thrive in their natural surroundings. So wildlife sanctuaries mainly helps in protecting the habitat, protecting the species, and much more importance is given to protect them from human poaching and hunting. Now what are gene banks? Gene banks, also known as seed banks or germplasm banks, are biorepositories that store genetic material like seeds or vegetative tissue for long-term preservation and future use in breeding programs and research. അതായത് ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജീൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ആണെങ്കിലും മൈക്രോബ്സിന്റെ ആണെങ്കിലും ആനിമൽസിന്റെ ആണെങ്കിലും ജനറ്റിക് മെറ്റീരിയൽ, അതായത് ലൈഫ് കൊടുക്കാൻ, മറ്റൊരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള
മെറ്റീരിയൽസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു റെപ്പോസിറ്ററി, ബയോ റെപ്പോസിറ്ററിക്കാണ് ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. എന്തിന്? നമുക്ക് ഒരു പക്ഷേ ആ ഒരു വംശനാശം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു റിസർച്ചിന്റെ ആവശ്യമായിട്ട് നമുക്ക് ജീൻ ബാങ്ക്സിൽ നിന്നും ഏത് ഓർഗാനിസം ആണോ വേണ്ടത് അവരുടെ ജീൻസ് നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. The purpose of gene banks is that it plays a crucial role in conserving genetic diversity and ensuring the availability of diverse plant varieties and animal breeds for food security, climate adaptation and scientific research. ഇപ്പോൾ നമ്മൾ കീസ്റ്റോൺ സ്പീഷീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കീസ്റ്റോൺ സ്പീഷീസ് ഒരുപാട് വേണമെന്നില്ല, പക്ഷെ അവരുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റാറ്റിലെ മറ്റ് സ്പീഷീസുകൾ എലിമിനേറ്റ് ആയി പോകും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പറഞ്ഞ ജീൻ ബാങ്ക്സിൽ നിന്നും we can actually try to retrieve some genetic material of certain species and breed them, make them into life and introduce them into certain ecological habitats for maintaining the ecological nick over there. Gene banks actually store genetic material, പ്രധാനമായിട്ടും seeds, tissue cultures, sperms, eggs and other biological sample. അപ്പോൾ ജീൻ ബാങ്ക്സ് സ്റ്റോർ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ജീവൻ കൊടുക്കാൻ, ജീവൻ നമുക്ക് ലാബറട്ടറിയിലാണെങ്കിലും ഉത്ഭവിപ്പിക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ജനറ്റിക് മെറ്റീരിയൽ ആണ്. അത് സീഡ്സ് ആകാം, ടിഷ്യൂ കൾച്ചേഴ്സ് ആകാം, സ്പേംസ് ആകാം, എഗ്സ് ആകാം, മറ്റ് ബയോളജിക്കൽ സാമ്പിൾസ് ആകാം. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രിസർവ് ദ ജനറ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊവൈഡ് റിസോഴ്സസ് ഫോർ പ്ലാന്റ് ബ്രീഡിംഗ്, റിസർച്ച് ആൻഡ് കോൺസർവേഷൻ എഫേർട്സ്. 3 ടൈപ്പ് ജീൻ ബാങ്ക്സ് ആണുള്ളത് പ്രധാനമായിട്ടും. Seed banks which store the seeds in cold temperature to maintain their viability. അത് വാമായിട്ടുള്ള ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു പക്ഷേ അത് ഡീക്കേ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. സോ വി ആർ മെയിൻറ്റെയിനിങ് കോൾഡ് ടെമ്പറേച്ചർ ഫോർ പ്രിസർവിങ് ദ സീഡ്സ്. ക്രയോ ബാങ്ക്സ് എന്ന് പറയുന്നത് വീണ്ടും എക്സ്ട്രീംലി കോൾഡ് ടെമ്പറേച്ചറിൽ ചില ബയോളജിക്കൽ സാമ്പിൾസിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുന്നതാണ്. DNA ബാങ്ക്സ് നമ്മൾ ആക്ച്വലി DNA-നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ DNA-യിൽ നിന്നും ഒരു ഓർഗാനിസം ഉത്ഭവിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. പക്ഷെ നമുക്ക് മറ്റൊരു ഓർഗാനിസത്തിന്റെ DNA കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ജീൻ ബാങ്കിലുള്ള അല്ലെങ്കിൽ DNA ബാങ്കിലുള്ള DNA ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ തമ്മിൽ റിലേറ്റഡ് ആണോ എന്നുള്ള സ്റ്റഡീസ് അടക്കം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ജീൻ ബാങ്ക്സിന്റെ എക്സാമ്പിൾസ് ആണ് നാഷണൽ ജീൻ ബാങ്ക് വിച്ച് ഇസ് എ ബയോ റെപ്പോസിറ്ററി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ ലെയ്ബ്നിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജെനറ്റിക്സ് ആൻഡ് ക്രോം പ്ലാന്റ് റിസർച്ച് which is a gene bank that stores security duplicates of seeds in the global seed vault in Svalbard, Norway. അതായത് നിങ്ങളിപ്പോൾ ഇന്റർനെറ്റിൽ നമ്മൾ അടിച്ചു നോക്കുകയാണ്, നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ദ മോസ്റ്റ് സെക്യൂർ പ്ലേസസ് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ഹ്യൂമൻ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു 4-5 റീജിയൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരുന്ന ഒരു കാര്യമാണ് ലെയ്ബ്നിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജെനറ്റിക്സ് ആൻഡ് ക്രോപ്പ് പ്ലാന്റ് റിസർച്ച്. അത് നോർവേയിലാണ്. അത് ഇപ്പോൾ ഈ വേൾഡിൽ വന്നിട്ടുള്ള ഒരുവിധം എല്ലാ സീഡ്സിന്റെയും റെപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അത് ഒരു വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജീൻ ബാങ്ക് ആണ്. നമുക്ക് ഒരിക്കലും ലിറ്ററലി കടന്നു ചെല്ലാൻ പറ്റാത്ത അത്ര സെക്യൂരിറ്റി അവരവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത് food security. Gene banks are essential for developing crops that are resistant to diseases, pests and changing climates. അതായത് നമുക്കറിയാം നമ്മുടെ കൃഷി അതിപ്പോ പെട്ടെന്ന് ആ ഒരു വിളവിൽ വരുന്ന കുറച്ച് ഡിസീസസ് അല്ലെങ്കിൽ പെസ്റ്റ് ആയിക്കോട്ടെ, പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിക്കോട്ടെ, വ്യാപകമായിട്ടുള്ള രീതിയിൽ കൃഷിനാശം വന്നു കഴിഞ്ഞാൽ we can actually depend on this gene banks to get seeds that are actually resistant to all these stresses. The next aim is conservation. These gene banks help to prevent the loss of valuable genetic resources and maintain biodiversity. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം സ്പീഷീസ് റിച്ച്നെസ് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്നോ അത്രയും കൂടുതൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാകും. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ we can try thinking of depending this gene banks, retrieving the genetic material, providing the organism and introducing them to increase the genetic diversity. Then next is research, which is the most importance of this gene bank establishment. They provide researchers with access to wide range of genetic material for studying plant and animal evolution, genetics and breeding. അതായത് ഇപ്പോൾ എവല്യൂഷണറി ബയോളജിയിൽ നമ്മളിപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ DNA കണ്ടുപിടിച്ചു, ആ ഓർഗാനിസത്തിന്റെ DNA സീക്വൻസ് ചെയ്തു. ഇത് ആരായിട്ടാണ് ക്ലോസ്ലി റിലേറ്റഡ്, അവരുടെ എവല്യൂഷണറി ഹിസ്റ്ററി നമുക്ക് ഡീകോഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ജീൻ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഇസ് സീഡ് ബാങ്ക്സ്. ജീൻ ബാങ്ക്സിൽ വരുന്ന ഒരു കാറ്റഗറി തന്നെയാണ് സീഡ് ബാങ്ക്സ്.
Seed banks എന്ന് പറയുന്നത് also known as germplasm banks. They are designed to conserve seed specimens of different plant species, both wild and cultivated, ensuring the preservation of as many plants as possible for posterity. അതായത് നമുക്ക് നമ്മൾ നട്ടു വളർത്തുന്ന പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ്സ് ആയിക്കോട്ടെ, അവരുടെ സീഡ് അല്ലെങ്കിൽ അവരുടെ ജേം പ്ലാസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബയോ റെപ്പോസിറ്ററി ആണ് സീഡ് ബാങ്ക്, സോൺലി ഫോർ പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ അവിടെ സീഡ്സ് ആർ സ്റ്റോർഡ് ഇൻ ക്ലൈമറ്റ് കൺട്രോൾഡ് low humidity and frigid temperature conditions to maintain their viability and prevent damage. അതായത് പെട്ടെന്ന് ഡാമേജ് അല്ലെങ്കിൽ പെട്ടെന്ന് അഴുകി പോകുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു ചൂട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മോയ്സ്ചർ കോണ്ടന്റ് അല്ലെങ്കിൽ ഈർപ്പം കാരണം ദേ ക്യാൻ ഗെറ്റ് ഡാമേജ്. അപ്പൊ നമ്മൾ ഈ സീഡ് ബാങ്ക്സിൽ അവരെ ഒരു എക്സ്ട്രീംലി ഫ്രിജിഡ് ആയിട്ടുള്ള എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ വളരെ കുറവ് ഈർപ്പത്തോടു കൂടി നമ്മൾ അവരെ സൂക്ഷിക്കുന്നു. എന്നാൽ മാത്രമാണ് അവരെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് വയബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. Examples of seed banks is Millennium Seed Bank, which is located in England. This seed bank is considered to be the most diverse wild plant genetic resource in the world, housing a collection of over 2.4 billion seeds belonging to about 40,000 species. അതായത് ഇത്രയധികം സ്വീറ്റ്സ് 40,000 സ്പീഷീസിൽ നിന്ന് കിട്ടുന്ന ഇത്രയധികം സീഡ്സിനെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സീഡ് ബാങ്ക് ആണ് മില്ലേനിയം സീഡ് ബാങ്ക് ഇൻ ഇംഗ്ലണ്ട്. അതാണ് ഏറ്റവും വലിയ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സീഡ് ബാങ്ക്. The next is Indian Seed Vault, a secure seed bank located in high altitude mountain pass on Changla in Ladakh, India, built jointly by the Defence Institute of High Altitude Research and National Bureau of Plant Genetic Resources. അതായത് ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലുള്ള സീഡ് ബാങ്കിന്റെ അത്ര ഒട്ടും സീഡ് വെറൈറ്റീസ് ഉണ്ടാവില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു അസറ്റ് ആണ് ലഡാക്കിലുള്ള ഈ ഒരു സീഡ് ബാങ്ക്. Next is Green Foundation, a community-based organization working on conserving local seed diversity and promoting biodiversity-based ecological agriculture with a network of farmers association of spread across 109 villages in Karnataka and Tamil Nadu. കർണാടകയിലും തമിഴ്നാടുവിലും ഉള്ള കർഷകരുടെ കൂട്ടായ്മയിൽ നിന്നും അവരുടെ അറിവിൽ നിന്നും അവർ ഈ പറഞ്ഞ റെപ്പോസിറ്ററിക്ക് കൊടുക്കുന്ന ഒരു സീഡിന്റെ കളക്ഷൻ ആണ് ഈ ഗ്രീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സീഡ് ബാങ്ക്സ് നമുക്കറിയാം. They are crucial for maintaining the genetic diversity that is essential for the resilience of ecosystem and agriculture system. They also act as buffer against potential losses of biodiversity due to environmental changes, diseases or pests. ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് നമുക്ക് സീഡ് ബാങ്ക്സിലുള്ള സീഡിൽ നിന്ന് നമ്മൾ പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ പഴയ പ്ലാന്റിനെ നമ്മൾ വീണ്ടും ജീവൻ കൊടുക്കുമ്പോൾ ആ പ്ലാന്റിനെ നമ്മൾ എക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ബയോഡൈവേഴ്സിറ്റി ലോസ് നമുക്ക് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ സീഡ്സിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീഡ്സിന്റെ തന്നെ ഒരു ഡിസീസ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ബൊട്ടാനിക്കൽ ഗാർഡൻസ്? Botanical gardens, originally it's a collection of living plants designed chiefly to illustrate relationship within the plant groups. In modern times, most botanical gardens are concerned primarily with exhibiting the ornamental plants insofar as possible in a scheme that emphasizes natural relationship. അതായത് സാധാരണ രീതിയിൽ പണ്ട് മുതൽ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്ലാന്റ്സിനെ നമ്മൾ ഹൈറാർക്കിയൽ ഓർഡറിൽ, ഇപ്പൊ നമുക്കറിയാം ടാക്സോണമിക് ഓർഡർ അല്ലെ, ഏറ്റവും കുറവ് സ്പീഷീസ്, അത് കഴിഞ്ഞിട്ട് ജീനസ്, അത് കഴിഞ്ഞിട്ട് ഫൈലം, അങ്ങനെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്തിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻസിന്റെ മെയിൻ്റനൻസിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പൊ നമ്മൾ പ്യുവറായിട്ട് ആ ഒരു ടാക്സോണമിക് ഓർഡർ ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം കുറച്ചും കൂടി ഓർണമെന്റൽ പ്ലാന്റ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സിബിറ്റ് ചെയ്യാണ്. വൈ? എന്നാൽ മാത്രമാണ് പബ്ലിക് അട്രാക്റ്റഡ് ആയിട്ട് നമുക്ക് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് വരികയും അതുവഴി നമ്മുടെ എക്കണോമി ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ബൂസ്റ്റപ്പ് ആവുകയും ചെയ്യാം. സോ ദിസ് ടു ഫങ്ഷൻസ്, ഏത് ടു ഫങ്ഷൻസ്? ഫസ്റ്റ് ഇസ് ദി understanding the relationship of different types of plant by maintaining and arranging them in the hierarchical order. രണ്ടാമത്തെ കാര്യം the ornamental plant exhibition to attract the public. These two functions are blended, that is the eye appeal and taxonomic order. Plants that were once of medicinal value and extremely important in early botanical gardens are now chiefly of historical interest and are not particularly represented in contemporary collections.
A display garden that concentrates on woody plants such as shrubs and trees is often referred to as arboretum. അപ്പോൾ ആർബോറീറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അവിടെ സ്പെസിഫിക്കലി ഡിസ്പ്ലേ ചെയ്യുന്നത് വുഡി പ്ലാന്റ്സ് ആണ്. അതായത് ഹെർബ്സ് അല്ല, shrubsനെയും ട്രീസിനെയും. അതായത് എന്താ പറയാ, ഒരു ഡിസ്പ്ലേ വാല്യൂ ഉള്ള shrubsനെയും ട്രീസിനെയും മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു എക്സിബിഷൻ ആണ്, എക്സിബിറ്റ് പ്ലേസ് ആണ് ആർബോറീറ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പണ്ട് മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ ഇപ്പോ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിൽ ചിലപ്പോൾ വളർത്തിന്ന് വരില്ല. അത്തരം പ്ലാന്റ്സിനെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ഒരു സൈഡ് പേയ്മെന്റിൽ ജസ്റ്റ് ഫോർ മെയിൻറ്റെയിനിങ് ദം ആണ് വളർത്തുന്നത്. കാരണം അതൊരു പബ്ലിക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ വളർത്തിന്ന് വെച്ചിട്ട് ഒരു പക്ഷെ ഒരു ബെനിഫിറ്റ് ആ പ്ലാന്റ്സിനും ഉണ്ടാവില്ല, അത് കാണുന്ന ആൾക്കാർക്കും ഉണ്ടാവില്ല. ഓക്കെ. As world populations become more and more urbanized, the botanical gardens are increasingly recognized as among the important cultural resources of industrialized nations. Botanical gardens offer the city dweller part of natural environment that he no longer has access to. Furthermore, they offer a mental escape from population pressure and suggest new interests and hobbies having to do with the natural world. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബാലൻസ്ഡ് ആവുന്നത് ഈ പറഞ്ഞ നേച്ചർ ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ലിവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരൊക്കെ 10 വർഷം താമസിച്ചപ്പോൾ ഫുൾ ക്രൗഡഡ് ബിൽഡിംഗ് ആണ്. അവിടെ നമുക്ക് എന്താ പറയാ, പച്ചപ്പോ ഹരിതാപയോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇപ്പൊ ഒരു പുതിയ ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ അവരത് അഡ്വർടൈസ് ചെയ്യുന്നത് തന്നെ ഇൻ ദ ഹാർട്ട് ഓഫ് സിറ്റി വിത്ത് ലക്ഷറി ഓഫ് ഗ്രീൻ ലാൻഡ്സ്കേപ്പ്. അതായത് ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഓക്കെ. അപ്പോ പണ്ട് മുതലേ urbanized ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളർന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആ ഒരു സിറ്റിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റൽ കാംനെസ്സിനെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. സോ ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് mentally, physiologically as well as psychologically. Okay. So botanical garden എന്താണ്, അതിന്റെ എക്സാമ്പിൾസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. So this is an example of botanical garden, that is Wollongong Botanical Garden in Australia. A major contemporary objective of this botanical garden is to maintain extensive collections of plants labeled with common and scientific name. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ, നമ്മുടെ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ബാംഗ്ലൂർ ഉള്ളത്. അവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് തൊട്ടിട്ട് വലിയ ഭീമാകരമായിട്ടുള്ള ട്രീസ് ഒക്കെ ഉണ്ട്. അതിന്റെ താഴെ അതിന്റെ കോമൺ നെയിം, അതായത് കർണാടകയിൽ എന്ത് നെയിമിലാണ് അത് അറിയപ്പെടുന്നത്, അതേസമയം അതിന്റെ സയന്റിഫിക് നെയിം ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് എപ്പോ പൂക്കും കായ്ക്കും, അതിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്, അതിന് എന്തെങ്കിലും മെഡിസിനൽ വാല്യൂ ഉണ്ടോ, എല്ലാ ഇൻഫർമേഷനും അവിടെ എഴുതി കാണും. കാരണം അത് നമുക്ക് കാണുക എന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിവ് പകരുക എന്നത് കൂടി ബൊട്ടാനിക്കൽ ഗാർഡൻസിന്റെ ഒരു ഉദ്ദേശമാണ്. ഓക്കെ. The plant collections in such gardens vary in number from a few hundred to several thousand different kinds, depending upon the land area available and the financial and scholarly resource. നമുക്ക് കിട്ടുന്ന ഗവൺമെന്റ് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട് അനുസരിച്ചിട്ട് വളരെ കുറച്ച് നമ്പർ തൊട്ടിട്ട് ആയിരക്കണക്കിന് പ്ലാന്റ്സിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബൊട്ടാനിക്കൽ ഗാർഡൻസും ഉണ്ട്. ഓക്കെ. Now next is what is microbial culture collection. Microbial culture collection എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ തന്നെ ഉണ്ട് എന്താണ് microbial culture collection എന്ന്, അല്ലേ? Microbial culture collection is a repository for microbial strains serving as a resource for research, industry and society and providing access to organisms cited in scientific papers. അതായത് ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ബാക്ടീരിയോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി പഠിക്കുമ്പോൾ എല്ലാ ടീച്ചേഴ്സും പറയുന്ന ഒരു സെന്റൻസ് ആണ് മൈക്രോ ഓർഗാനിസംസ് ആർ യുബിക്വിറ്റസ് ഇൻ ദ എൻവിറോൺമെന്റ്. അതായത് എല്ലായിടത്തും വെള്ളത്തിലാണെങ്കിലും എയറിലാണെങ്കിലും സോയിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു പിഞ്ച് ഓഫ് സോയിൽ, ഒരു കുറച്ച് എമൗണ്ട് സോയിൽ എടുത്തു. ആ സോയിലിൽ കോടിക്കണക്കിന് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിലെ ഇപ്പോൾ 1-2% മാത്രമേ ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ. ബാക്കിയൊന്നും ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്കറിയില്ല, ചിലപ്പോൾ നമുക്കൊരു ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു ബാക്ടീരിയക്ക് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന യാക്കുൽറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വയറിലുള്ള മൈക്രോഫ്ലോറനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റ്
യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ആണ് പ്രോബയോട്ടിക്. ഓക്കെ, അപ്പോൾ അത് ഒരു ടൈപ്പ് നല്ലൊരു ബാക്ടീരിയ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ചില ബാക്ടീരിയക്ക് ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഓരോ ബാക്ടീരിയയുടെയും നല്ല ആസ്പെക്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ ബാക്ടീരിയനെ നമ്മൾ ഇന്നർ സോഴ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ളൊരു ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ വേണ്ട ഓൾറെഡി ഉള്ള ബാക്ടീരിയ ആണെങ്കിൽ പോലും നമ്മൾ അതിന്റെ പുതിയതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ബാക്ടീരിയനെ നമ്മൾ ഈ പറഞ്ഞ മൈക്രോബിയൽ കൾച്ചർ കളക്ഷനിൽ സ്റ്റോർ ചെയ്യും. കാരണം അത് നമ്മൾ കണ്ടുപിടിച്ച ഒരു യുണീക്ക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അതിന്റെ ആ ഒരു ഒതന്റിസിറ്റി ഒരിക്കൽ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഏൽപ്പിക്കും. അവര് ഇറ്റ്സ് ലൈക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ്. വർഷങ്ങളോളം ആ ബാക്ടീരിയയുടെ യാതൊരുവിധ പ്രോപ്പർട്ടീസും നഷ്ടപ്പെടാണ്ട് അവരത് സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ microbial culture collection is the repository for microbial strains, serving as a resource for research, industry, society, and providing access to organism cited in scientific papers. Scientific papers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് പേപ്പേഴ്സ്, റിസർച്ച് ആർട്ടിക്കിൾസ് എഴുതും. റിസർച്ച് ആർട്ടിക്കിൾ എഴുതുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ്. ഫോർ എക്സാമ്പിൾ എസ്ക്രീഷ്യ കോളായി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ്. നമ്മൾ ഒരു റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ ഒരിക്കലും ഐ ഗോട്ട് ദിസ് ഫ്രം എസ്ക്രീഷ്യ കോളായി അല്ലെങ്കിൽ എസ്ക്രീഷ്യ കോളായി അങ്ങനെ മാത്രം എഴുതില്ല. എസ്ക്രീഷ്യ കോളായിക്ക് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ നമുക്ക് കിട്ടുന്നത് നമ്മൾ ആ എസ്ക്രീഷ്യ കോളായിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈക്രോബിയൽ കൾച്ചർ കളക്ഷൻ സെന്ററിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ ആ ഒരു ഓരോ ഓർഗാനിസത്തിനും ഈ പറഞ്ഞ മൈക്രോബിയൽ കൾച്ചർ കളക്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമെങ്കിൽ മാത്രമാണ് ആ ഒരു സ്റ്റഡിക്ക് ഒരു റെലവൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ വായിക്കുന്ന ആൾക്കറിയാം ഇയാൾക്ക് ഈ ഒരു ബാക്ടീരിയനെ കിട്ടിയിട്ടുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോബിയൽ കൾച്ചർ കളക്ഷനിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ the definition of this microbial culture collection centers is that they are specialized facility that can store and maintain cultures of microorganism. ആരൊക്കെ microorganism? Bacteria, fungus and viruses. The purpose of this microbial culture collection is to preserve the microbial diversity. They act as repositories for the microbial strains, helping to preserve the biodiversity of the microbes. The research and development, നേരത്തെ പറഞ്ഞ മാതിരി നമുക്കറിയില്ല ഓരോ മൈക്രോബും ചിലപ്പോൾ ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബ്സ് ഉണ്ട്, ചിലപ്പോൾ ഈ ഫുഡ് ഇൻഡസ്ട്രീസിൽ കുറച്ച് എൻസൈംസ് ഉണ്ട്, ആ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൈക്രോബ്സിന്റെ ഒരു കളക്ഷൻ ഈ മൈക്രോബിയൽ കൾച്ചർ കളക്ഷനിൽ ഡെപ്പോസിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മൈക്രോബിയൽ കൾച്ചർ കളക്ഷനിൽ നിന്നും ആ മൈക്രോബിനെ റിക്വസ്റ്റ് ചെയ്യാം. അത് കണ്ടുപിടിച്ചിട്ടുള്ള ആളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പൈസ കൊടുത്ത് വാങ്ങാനും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. Patent deposits. They serve as place for depositing microbial strains as part of patent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച നമ്മളുടെ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ആ മൈക്രോബിയൽ കൾച്ചർ കളക്ഷൻ, ഞാനൊരു സാധനം കണ്ടുപിടിച്ചു, ഞാനത് ആരെ ഏൽപ്പിക്കും? എനിക്കറിയാം അതൊരു നോവൽ ആയിട്ടുള്ള ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെന്ന്, ഞാൻ കണ്ടുപിടിച്ച പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സും ആ മൈക്രോബ്സ് അടക്കം എനിക്ക് ഈ മൈക്രോബിയൽ കൾച്ചർ കളക്ഷനിൽ ഏൽപ്പിക്കാൻ പറ്റും. അവരത് ഒരിക്കലും മറ്റൊരാൾക്ക് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന് അവരുടെ നോംസിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ confirmation of result. They provide access to microorganisms cited in scientific paper. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം. പിന്നെ എക്സാമ്പിൾസ് ഓഫ് കൾച്ചർ കളക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. NCIMB, നാഷണൽ കളക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ മൈക്രോ ഓർഗാനിസം. പിന്നെ MTCC, മൈക്രോബിയൽ ടൈപ്പ് കൾച്ചർ കളക്ഷൻ ആൻഡ് ജീൻ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് മൈക്രോബിയൽ കൾച്ചർ കളക്ഷൻ ഇസ് ദാറ്റ് the culture collections are crucial for scientific research, industrial applications and public health. Okay, അപ്പോൾ ഇതാണ് നമ്മളുടെ മൊഡ്യൂൾ 7 and I request all of you to study. ഈ മൊഡ്യൂൾ 7ൽ ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് അല്ലാണ്ടുള്ള രണ്ട് പവർപോയിന്റ് പ്രസന്റേഷൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് IUCN കാറ്റഗറി ആൻഡ് പ്രോജക്ട് ടൈഗർ. ഓക്കെ, അപ്പോൾ അതും കൂടി പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.